إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 81-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഫത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ, അല്ലാഹുവിനോർമെ ആരാധ്യന്മാരെ അല്ലെങ്കിൽ വേറെ ഇലാഹുകളെ സ്വീകരിച്ചവർ. അള്ളാഹുവിന് പുറമെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ളവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. അള്ളാഹു അല്ലാത്തവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു. ആ അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അത് മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, പുണ്യവാന്മാരാകട്ടെ, അല്ലെങ്കിൽ മരങ്ങളോ അല്ലെങ്കിൽ അചേതന ജീവവസ്തുക്കളാകട്ടെ, ഏതായാലും തന്നെ അതിനൊക്കെ ഇലാഹുകളായി സ്വീകരിക്കുന്നവർ. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ള പറയുകയാണ്. അവർക്കാകുന്നതിന് വേണ്ടി ലഹും, അവർ ഒരു ശക്തിയാകുന്നതിന് വേണ്ടി, അതായത് ഒരു സഹായിയാകുന്നതിന് വേണ്ടി, അവർക്കൊരു ശക്തിയും ഒരു സഹായവുമാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഇലാഹുകളായി അവർ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആ ഒരു പതിവ് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി ആയത്തിൽ കൂടി വിശദീകരിക്കുകയാണ്. എന്തിനാണ് അള്ളാഹുവിനോർമെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്നത്? അതിന്റെ പ്രധാന ഉദ്ദേശം അവർക്കൊരു സഹായിയാകാൻ വേണ്ടിയിട്ടാണ്. പല കാര്യത്തിലും അവരുടെ ധനം വർദ്ധിച്ചു കിട്ടാൻ, അവർക്ക് രോഗങ്ങൾ ശിഫിയാകാൻ, അവർക്ക് സന്താന ലബ്ധി ഉണ്ടാകാൻ, അങ്ങനെ ഈ ദുനിയാവിലും പരലോകത്തും അവർക്ക് ഒരു കൈത്താങ്ങാകാൻ, ഒരു ശക്തിയാകാൻ, ഒരു സഹായിയാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ ഒരിക്കലും ഈ അല്ലാഹുവിനോർമ്മയുള്ള ഇലാഹുകൾ, അവർ ചെയ്യുന്ന ആ ശിർക്ക് ഒരിക്കലും അവർക്കൊരു സഹായമാകുകയില്ല. അല്ലെങ്കിൽ ആ മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും ഇത്തരം ഇലാഹുകൾ ഒരു സഹായിയായി വർത്തിക്കുകയില്ല. കാരണം ആ ഇലാഹുകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇബ്ലീസാകുന്നു. ഇബ്ലീസും അവന്റെ അനുയായികളുമാണ് ആ ഇലാഹുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതൊരിക്കലും ഒരു വിജയത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ ഒരു ഒരു വിജയത്തിന്റെ ആധാരമോ അല്ല. അത് തികച്ചും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് ആ ശൈത്താന്മാർ മനുഷ്യരെ വലിച്ചെറിയുന്നത്. അത് മനസ്സിലാക്കാതെയാണ് അല്ലാഹുവിനോർമ്മ ഇവർ ഇലാഹുകളെ സ്വീകരിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഈ ആയത്തിന്റെ പൊരുൾ അല്ലാഹു വിശദീകരിക്കുന്നത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.